പ്രത്യേകിച്ച് എന്തൊരു മഹാനുഭാവലും ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു ഒരു. ഇപ്പം അത് വലിയ സ്ക്രീനിൽ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ ഓടി വന്നതാണ്. അധികം ശ്രദ്ധിക്കപ്പെടാത്ത എല്ലാം ശ്രദ്ധിക്കപ്പെടട്ടെ. അന്ന് കുറച്ച് അലമ്പാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. നല്ല ഫീലാണ്. വീണ്ടും കാണുമ്പം എന്താ ഗൂസ് ബംസ്, റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതുവരെ കൊള്ളാം. പണ്ട് 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ. അത് കുറേ സമയം ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, വാച്ചബിളാണ്. അത് കട്ട് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് അല്ലായിരുന്നു. പുള്ളി ഇപ്പോഴും കൂടെ പറഞ്ഞതേ ഉള്ളൂ. നല്ലത് കൊള്ളാം. അടിപൊളിയായിരുന്നു. അടിപൊളി ഫീലാ. അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. വീണ്ടും കാരണം വെച്ചാൽ പണ്ട് 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ. അത് കുറേ സമയം ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, വാച്ചബിളാണ്, നല്ല പടമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒരു ആംബിയൻസും എല്ലാം സൗണ്ട് എഫക്ട്സും നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് എന്തൊരു മഹാനുഭാവലും ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാറ്റമുണ്ട്, എന്നാലും നല്ലതായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കൊള്ളാം. വീണ്ടും കാണുമ്പം എന്താ ഗൂസ് ബംസ്, റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതുവരെ കൊള്ളാം. ആ ഒരു മ്യൂസിക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പറയണ്ടല്ലോ, അത് ബാക്കിയെല്ലാം ഒന്നും കൂടെ ഒരു പുതിയതായിട്ട് വന്ന് കാണുന്ന ഫീലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫിലിം. അതിൻ്റെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. പഴയ സിനിമയാണ്, പക്ഷേ ഇപ്പം കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു. ഫീൽ ഗുഡ് സിനിമയായിരുന്നു. അത് അന്ന് ട്രെൻഡ് ആവാത്ത ഇത് ഇന്ന് ഞാൻ കാണുന്നുണ്ട്. നല്ല സിനിമ ഇപ്പം ഈ സമയത്തൊക്കെ ഇറങ്ങിയപ്പം ഒരു പ്രത്യേകതരം ഒരു കാണുന്നു. വളരെ നല്ലായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ചില സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ജഗതിയുടെ സീനൊക്കെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. ജഗതി ഒന്നുമില്ല, പക്ഷെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസാണ്. പാട്ടൊക്കെ നല്ല എക്സ്പീരിയൻസാണ്. അത് കട്ട് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് അല്ലായിരുന്നു. പുള്ളി ഇപ്പോഴും കൂടെ പറഞ്ഞതേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ല ഓഡിയൻസും കൂടെ ആയതുകൊണ്ട് കൊള്ളാം. നല്ല എക്സ്പീരിയൻസ്. ഓവറോൾ ഇപ്പോൾ പറയാനെന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല മിത്തിക്കൽ ഹൊററൊക്കെ നല്ലതായിരുന്നു. പടം കൊള്ളാം, സൂപ്പർ കൊള്ളാം. എക്സ്പീരിയൻസ് എങ്ങനെ പറയാൻ കുഴപ്പമില്ല, നേരത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി സൂപ്പർ. നല്ല പടം. എന്താ ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ ആ മുമ്പേ കണ്ടിട്ടുണ്ടെന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റിയുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് കുഴപ്പമില്ല. സൂപ്പർ. മിസ്സായിരുന്നു, ടി വിയിൽ കണ്ടതൊന്നും പോലെ അല്ല. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. സൂപ്പറല്ലേ. പണ്ടേ അടിപൊളി സിനിമയാണ്, ഇപ്പോഴും അതെ. അന്നധികം അതായി പോയിട്ടില്ല, അത്രയും ജനങ്ങളിൽ എത്തിയില്ല. ഇപ്പം അത് വലിയ സ്ക്രീനിൽ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ ഓടി വന്നതാണ്. പണ്ടും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്. മോൻതാ ആദ്യമായിട്ട് കാണുകയാണ്. സന്തോഷം. കാത്തിരിക്കുകയായിരുന്നു ഇതുപോലത്തെ എല്ലാം. ഇങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എല്ലാം ശ്രദ്ധിക്കപ്പെടട്ടെ. സന്തോഷം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത് ഒരു മറ്റേ ഒരു മ്യൂസിക് ഉണ്ടോ, വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണുന്ന വലിയ ആഗ്രഹമുള്ളൂ. അത് കണ്ടപ്പോൾ അടിപൊളിയാണ്. അതൊട്ട് അത് എന്താണെന്ന് അവർക്കൊക്കെ പറ്റാത്ത സൂപ്പർ സിനിമയാണെന്ന് പറയാം. കൊള്ളാം. കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടതാണ്. കുറേ ഗൂസ് ബംസ് മൂവ്മെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും നല്ല ഇതുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ 2000 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോൾ കാണണം എന്ന് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. വളരെ വ്യത്യാസമുണ്ട്. കുറേ സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല രസമുണ്ട്. മ്യൂസിക്കിൻ്റെ ഒരു മാജിക്ക്. നല്ല എക്സ്പീരിയൻസ് ആണ്. പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അതെ, ഇപ്പം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കാണാനും. നല്ല ഉണ്ടായിരുന്നു. അതെ, നല്ല എക്സ്പീരിയൻസ്. കുറേ നാൾ കാണണമെന്ന് വിചാരിച്ചൊരു പടമായിരുന്നു. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ അന്ന് കുറച്ച് അലമ്പാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാതിരിക്കുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല സൂപ്പറാണ്. അടിപൊളിയാണ്. പാട്ടൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ വീണ്ടും കാണുന്നതാ. നല്ല എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ പുതിയത്. അന്ന് ഇത്രത്തോളം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് കണ്ടപ്പോൾ. ഞാൻ കണ്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. നല്ല ഫീലാണ്. തിയേറ്ററിൽ സൂപ്പറായിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ ആ ഒരു ഇതിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് നല്ലതായിട്ട്. ആ സൗണ്ട് ക്വാളിറ്റി സോങ്സിനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് മ്യൂസിക് കേട്ടിട്ടേ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് തന്നെയാണ്. അത് തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ടത് തന്നെയാണ്.